താക്കോൽ കയ്യിൽ കൊടുത്താൽ എപ്പിലെപ്സി മാറുമോ? ഹായ്, ഞാൻ ഡോക്ടർ രാകേഷ്, പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എപ്പിലെപ്സി അല്ലെങ്കിൽ അപസ്മാരം എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ച് ജനങ്ങൾക്കിടയിലുള്ള തെറ്റിദ്ധാരണകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേതായിട്ട് നമ്മൾ എപ്പോഴും കേട്ടുപിടിച്ചുകൊണ്ടൊരു കാര്യമാണ്, അതായത് അപസ്മാരം വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ കയ്യിൽ താക്കോല് കൊടുത്തു കഴിഞ്ഞാൽ അപസ്മാരം അപ്പോൾ തന്നെ നിൽക്കും എന്നുള്ളത്. അപ്പൊ ആദ്യമായിട്ട് അപസ്മാരത്തെ കുറിച്ച് രണ്ട് കാര്യം പറയാം. തലച്ചോറിൽ അപസ്മാരം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറയാം. നമ്മുടെ തലച്ചോറിനകത്ത് ചില കോശങ്ങളിൽ അനിയന്ത്രിതമായിട്ട് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി അഥവാ ഒരു വൈദ്യുതി തരംഗം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ തലച്ചോറിൽ നിന്ന് ഫിറ്റ്സിന്റെ അല്ലെങ്കിൽ ഒരു അപസ്മാരത്തിന്റെ ഉത്ഭവം ഉണ്ടാകുന്നത്. ആ വൈദ്യുതി തരംഗം നമ്മുടെ കൈകളിലേക്കും കാലുകളിലേക്കും സ്പ്രെഡ് ചെയ്യുമ്പോൾ അത് നമ്മൾ ഫിറ്റ്സ് ആയിട്ട് കാണുന്നു. അങ്ങനെയാണ് ഫിറ്റ്സ് ഉണ്ടാകുന്നത്. സാധാരണ ഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ അതൊരു 30 സെക്കൻഡ് മുതൽ 2 മിനിറ്റ് വരെയാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഈ താക്കോൽ എടുത്തു വരുന്ന സമയമാകുമ്പോൾ അത് നോർമലി തന്നെ നിൽക്കുന്ന ഒരു സമയമാകും. അതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് താക്കോൽ കൊടുക്കുന്ന സമയത്ത് ഫിക്സ് ഓട്ടോമാറ്റിക് ആയിട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് അത് താക്കോൽ കൊടുത്ത് നിൽക്കുന്നതായിട്ട് തോന്നുന്നത്. അല്ലാതെ താക്കോലിനെ കൊണ്ട് അല്ല ഫിക്സ് നിൽക്കുന്നത്. അപ്പൊ ഈ താക്കോൽ എടുക്കാൻ പോകുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് കിട്ടേണ്ട ഫസ്റ്റ് എയ്ഡ് ചിലപ്പോൾ കിട്ടാണ്ട് പോകും. പ്രത്യേകിച്ച് ആ വീട്ടിൽ ഒരാളൊക്കെ ഉള്ളെങ്കിൽ കുട്ടി അവിടെ ഇട്ടിട്ട് താക്കോൽ എടുക്കാൻ പോയാൽ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് കിട്ടില്ല. അതുകൊണ്ടാണ് താക്കോൽ കൊടുക്കുന്ന ഒരു രീതി മാറേണ്ട ആവശ്യകത ഉള്ളത്. ഇനി രണ്ടാമതായിട്ട് മറ്റൊരു തെറ്റിദ്ധാരണ ഫിക്സിനെ കുറിച്ച് അല്ലെങ്കിൽ എപ്പിലെപ്സിയെ കുറിച്ച് ഉള്ളത്, കുട്ടികള് ഫിക്സ് വന്നു കഴിഞ്ഞാൽ നിലത്ത് വീണ് ബോധം പോയി കൈയും കാലും ഇട്ടടിച്ച് മാത്രമേ ഫിക്സ് വരൂ, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഒരു ഫിക്സ് മാത്രമേ ഫിക്സ് അല്ലെങ്കിൽ അപസ്മാരം അല്ലെങ്കിൽ എപ്പിലെപ്സി ആയിട്ട് ആൾക്കാർ കൺസിഡർ ചെയ്യുള്ളൂ. ശരിക്കും എപ്പിലെപ്സി പല രീതിയിലുണ്ട്. അപ്പം കുട്ടികൾക്ക് വരുന്ന ചില എപ്പിലെപ്സികൾക്ക് ഇതുപോലെ ബോധം പോകണമെന്നോ അതുപോലെ കൈകാലിട്ട് അടിക്കണമെന്നോ താഴെ വീഴണമെന്നോ നിർബന്ധമില്ല. ഉദാഹരണം, കുട്ടികൾ കാണുന്ന ഒരു എപ്പിലെപ്സിയാണ് ആബ്സെൻസ് എപ്പിലെപ്സി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആബ്സെൻസ് എപ്പിലെപ്സിയിൽ കുട്ടികൾ കുറച്ചു നേരം അനങ്ങാണ്ടിരിക്കും, റെസ്പോണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രതികരിക്കാതെ ഇരിക്കും. അതാണ് ആബ്സെൻസ് എപ്പിലെപ്സി. അത് മറ്റൊരു തരം എപ്പിലെപ്സിയാണ്. അതുപോലെ പല വിഭാഗത്തിലുള്ള പല ടൈപ്പിലുള്ള ഫിറ്റ്സ് അല്ലെങ്കിൽ പല വിഭാഗത്തിലുള്ള എപ്പിലെപ്സികൾ ഉണ്ട്. അപ്പൊ അതിൽ ഒരു ടൈപ്പ് മാത്രമാണ് നമ്മൾ ഈ സിനിമയിൽ കണ്ടു പരിചയമായിട്ടുള്ള താഴെ വീണ് കൈയും കാലിട്ടും അടിച്ചു വരുന്ന, മെഡിക്കൽ ടേംസിൽ പറഞ്ഞ ജനറലൈസ് ടോണിക് ക്ലോണിക് സീഷർ എന്ന് പറയും. അത് ഒരു ടൈപ്പ് മാത്രമാണ്. ഇനി മറ്റൊരു തെറ്റിദ്ധാരണ എപ്പിലെപ്സിയെ കുറിച്ച് നിലനിൽക്കുന്നത്, അപ്പോൾ എപ്പിലെപ്സി വന്നിട്ടുള്ള കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ ബുദ്ധിക്കുറവുണ്ടോ എന്നൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട്. ചിലപ്പോ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ബുദ്ധിക്കുറവുള്ള കുട്ടികൾക്ക് എപ്പിലെപ്സി വരാം എന്ന് കരുതി എപ്പിലെപ്സി വരുന്ന എല്ലാ കുട്ടികൾക്കും മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഒരു ബുദ്ധിക്കുറവോ ഉണ്ടാവണമെന്നോ യാതൊരു നിർബന്ധവുമില്ല. ഇനി അടുത്തൊരു തെറ്റിദ്ധാരണ എപ്പിലെപ്സിയെ കുറിച്ച് നിലനിൽക്കുന്നത്, എപ്പിലെപ്സി വന്നു കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവനുള്ളൊരു അസുഖമാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട്. പക്ഷെ കുട്ടികളിലെ എപ്പിലെപ്സി വളരെ ഒരു വലിയ ശതമാനം എപ്പിലെപ്സി സെൽഫ് ലിമിറ്റിംഗ് സീഷേഴ്സ്, അതായത് ഒരു പ്രായം കഴിഞ്ഞാൽ തന്നെത്താൻ മാറി പോകുന്ന എപ്പിലെപ്സിയാണ്. വലിയൊരു ശതമാനം, വളരെ ചെറിയ ശതമാനം എപ്പിലെപ്സി മാത്രമേ തുടർച്ചയായിട്ട് പ്രായം ചെന്നാലും നിന്ന് പോവുകയുള്ളൂ. അപ്പോൾ വലിയൊരു ശതമാനം എപ്പിലെപ്സിയും മരുന്നുകൊണ്ട് ഒരു സമയം കഴിഞ്ഞാൽ പൂർണ്ണമായും മാറിപ്പോകുന്ന എപ്പിലെപ്സിയാണ് കുട്ടികളിൽ. അത് ജീവിതകാലം മുഴുവൻ നിൽക്കുന്ന അസുഖം ആവണം ഇല്ല. ഇനി അടുത്തൊരു തെറ്റിദ്ധാരണ എപ്പിലെപ്സിയെ കുറിച്ച് നിലനിൽക്കുന്നത്, എപ്പിലെപ്സിക്ക് അധികം ചികിത്സാ മാർഗങ്ങൾ അല്ലെങ്കിൽ ഓപ്ഷൻസ് ഓഫ് ട്രീറ്റ്മെന്റ് കുറവാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ചില ആളുകൾക്കിടയിലെങ്കിലും ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എപ്പിലെപ്സിയിലെ ഒരു 70% എപ്പിലെപ്സിയും മരുന്നുകൾ കൊണ്ട് മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി മരുന്നുകൾ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എപ്പിലെപ്സികൾക്ക് നൂതനമായ ചികിത്സാ മാർഗങ്ങൾ, അതായത് നമ്മുടെ ഭക്ഷണ ക്രമീകരണം വഴി, അതായത് കീറ്റോജനിക് ഡയറ്റ് അല്ലെങ്കിൽ ഷുഗർ കുറച്ചിട്ടുള്ള ഒരു ഡയറ്റ് ഉണ്ട്, അങ്ങനത്തെ ഡയറ്റ് വഴി അല്ലെങ്കിൽ ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ DBS, വേഗൽ നെർവ് സ്റ്റിമുലേഷൻ, അല്ലെങ്കിൽ എപ്പിലെപ്സി സർജറികൾ, അങ്ങനെ അഡ്വാൻസ് ആയിട്ടുള്ള കുറെ അധികം ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എപ്പിലെപ്സി ട്രീറ്റ്മെന്റിന് വേണ്ടി ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ ഒരു കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് പേരൻസ് ഒക്കെ, അതായത് എപ്പിലെപ്സി വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നോർമൽ ഒരു ലൈഫ് പീരീഡ് ഉണ്ടാവുമോ അല്ലെങ്കിൽ അവരുടെ ജീവിതം കാലം മുഴുവൻ അവർ അസുഖക്കാരായിട്ട് ഇരിക്കേണ്ടി വരുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ മിക്കവാറും എപ്പിലെപ്സി ഉള്ള പേഷ്യൻസിനൊക്കെ കൃത്യമായിട്ട് മരുന്ന് കഴിച്ച് ചിട്ടയായ ഒരു ജീവിതശൈലിയൊക്കെ ഫോളോ ചെയ്യുവാണെങ്കിൽ അവർക്ക് മറ്റുള്ള ആൾക്കാരെ പോലെ തന്നെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചു പോകാൻ പറ്റും. അപ്പോൾ എപ്പിലെപ്സി ന്യൂറോളജി അസുഖങ്ങളിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണെങ്കിലും ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉള്ള ഒരു അസുഖമാണ്. ഇപ്പൊ നമ്മൾ കേരളത്തില് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ സാക്ഷരത ഉള്ള ജനങ്ങൾക്കിടയിലാണ് ജീവിക്കുന്നതെങ്കിലും ഇപ്പോഴും കുറെ അധികം ആൾക്കാരെങ്കിലും വിചാരിക്കുന്നത് എപ്പിലെപ്സി നമ്മുടെ കുട്ടികൾക്കൊക്കെ വരുന്നത് ഒരു ദോഷം കൊണ്ടോ അല്ലെങ്കിൽ ദൈവകോപം കൊണ്ടോ അല്ലെങ്കിൽ പ്രേതബാധ കൊണ്ടാവുന്നൊക്കെ വിചാരിച്ചിട്ട്
അങ്ങനെയുള്ള ചികിത്സാ രീതികളൊക്കെ തേടി പോകുന്ന ആൾക്കാരൊന്നും അത്ര കുറവൊന്നുമല്ല. അപ്പോൾ മനസ്സിലാക്കുക, എപ്പിലെപ്സി ഒരു മെഡിക്കൽ അസുഖമാണ്. ഞരമ്പുകളിലെ ചെറിയ തകരാറ് കൊണ്ട് വരുന്ന അസുഖമാണ്. അതിന് ധാരാളം ചികിത്സാ രീതികൾ നിലവിലുണ്ട്. അപ്പോൾ ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി അത് നിങ്ങൾ ശരിയായ ഒരു ട്രീറ്റ്മെന്റ് രീതി ഫോളോ ചെയ്ത് നല്ലൊരു ന്യൂറോളജിസ്റ്റിനെയോ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിനെ കണ്ടാൽ നിങ്ങളുടെ കുട്ടികളുടെ ഈ എപ്പിലെപ്സിക്ക് ഒരു പരിഹാരം ഉണ്ടാവും. താങ്ക് യു.